എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തടി അലുവയുടെ 5ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മീരമോളെ കാത്ത് അവിടെ എന്തായിരിക്കുന്നത് നോക്കാം നമുക്ക്. അടുക്കള വാതിൽപ്പടി കടന്നില്ല. അതിനു മുമ്പ് മീരമോളുടെ മുന്നിൽ ഒരു വലിയ തുണിക്കെട്ട് വന്ന് വീണു. എടി പെണ്ണെ, എൻ്റെ തുണിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അലക്കി മുറ്റത്ത് അയയിൽ ഉണക്കാനിട്. കാരം അവിടെ പാത്രത്തിൽ കാണണം. നല്ല വെള്ളലുവ പോലെ തുണിയൊക്കെ വെളുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. പറഞ്ഞതൊക്കെ കേട്ടല്ലോ? കേട്ടെങ്കിൽ കേട്ടെന്ന് പറയടി മൂശേട്ടെ. കടവാതിലക്ഷി തുള്ളുകയായിരുന്നു. കേട്ടു കേട്ടമ്മച്ചി. മീരമോളുടെ ചുണ്ടുകളിൽ നിന്ന് എങ്ങനെയോ അത്രയും വാക്കുകൾ അടർന്നു വീണു. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ആ വൃദ്ധ മീരയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് മീരയെ തുറച്ചു നോക്കി. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് അവർ പറഞ്ഞു, വേണ്ട, അത്രയും വേണ്ട. നീ എന്നെ അമ്മച്ചി എന്നും മറ്റും വിളിക്കണ്ട. ചങ്ങാത്തം കൂടെ നോക്കണ്ടാടി കൊച്ചേ. തല വെട്ടിച്ച് തള്ള നടന്നു. മുന്നിൽ കിടക്കുന്ന തുണക്കെട്ടിലേക്ക് മീര നോക്കി. ആ കാടത്തി തള്ളയുടെ നാറുന്ന ഒരു കെട്ട് തുണി. മനുഷ്യനെ കൊന്ന് ചോര കുടിച്ചിട്ട് ആ ചിറി തുടയ്ക്കുന്ന തുണി. അത് കഴുകി ഉണക്കാനാണ് ദുഷ്ടത്തിയുടെ ആജ്ഞ, അവൾ വിചാരിച്ചു. തൻ്റെ പാടും ദുരിതവും ഓർത്ത് മീര നന്നേ ദുഃഖിച്ചു. അവൾ തുണിക്കെട്ട് ഉയർത്തിയെടുത്ത് നടന്നു. നല്ല ഭാരമുണ്ടായിരുന്നു. എങ്കിലും അതുമായി കിണറ്റിലടുത്തേക്ക് പോയി. വെള്ളം വീണ്ടും കിണറിൽ നിന്ന് വലിച്ചു കയറ്റുന്നത് ഓർത്തപ്പോൾ തന്നെ മീരയുടെ കൈത്തണ്ടയും മനസ്സും ഒന്നുപോലെ നൊന്തു. അവളൊരു വലിയ പാത്രത്തിൽ തുണികൾ ഓരോന്നായി ഇട്ടു. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ നിന്ന് പഞ്ചാര തരി പോലുള്ള കാരം അതിൽ കുടഞ്ഞിട്ടു. അങ്ങ് പാതാളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കോരാനായി മീര തൊട്ടി പതിയെ കിണറ്റിലേക്ക് ഇറക്കി. വളരെ നീളത്തിൽ അട്ട പോലെ ചുരുണ്ട് കിടന്ന കിണറ്റ് കയറിൻ്റെ ചുരുളുകൾ തൊട്ടി താഴേക്ക് പോകുന്തോറും അഴിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മീരമോൾ അത്ഭുതം കൂറി നിന്നത്. നേരത്തെ വെള്ളം കോരുവാൻ കിണറ്റിലേക്ക് ആ കയർ മുഴുവനും അവൾക്ക് ഇറക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ കയറിൻ്റെ ചുരുൾ പകുതി അഴിഞ്ഞപ്പോൾ തന്നെ കിണറ്റിലെ വെള്ളത്തിൽ തൊട്ടി ചെന്ന് മുങ്ങിയിരിക്കുന്നു. നിമിഷങ്ങൾക്കകം കിണറിലെ ജലനിരപ്പ് ഉയർന്നെന്നോ? ഇല്ല, വിശ്വസിക്കാനാവുന്നില്ല. മീരമോൾക്ക് സംശയമായി. അവൾ കിണറ്റ് വക്കിൽ ചെന്ന് താഴോട്ട് നോക്കി. അവളുടെ വിചാരം ശരിയായിരുന്നു. കിണറിലെ വെള്ളം പകുതിയിൽ കൂടുതൽ ഉയർന്ന് മുകളിലെത്തിയിരിക്കുന്നു. സന്തോഷാധിക്യത്താൽ മീരമോൾക്കൊന്ന് ഉറക്കെ ചിരിക്കണമെന്ന് തോന്നി. പക്ഷെ ആ വിചാരം അവൾ പൊടുന്നനെ നിയന്ത്രിച്ചു. തൻ്റെ ചിരി ആ തള്ളയെങ്ങാനും കേട്ടാൽ എല്ലാ വ്രതവും മുടക്കി അവർ തൻ്റെ തല കടിച്ചു തുപ്പാൻ വരും. തൊട്ടിയിൽ വെള്ളം നിറച്ചു കോരി അവൾ തുണിയും കാരവും നിറഞ്ഞ പാത്രത്തിൽ ഒഴിച്ചു. കാരം കലർന്ന വെള്ളത്തിൽ തള്ളയുടെ തുണി നല്ലപോലെ കുതിർന്നു. അഴുക്കാകണം. തുണിയിൽ നിന്ന് എന്തോ നിറങ്ങൾ വെള്ളത്തിൽ പതുക്കെ കലരാൻ തുടങ്ങി. കഴിവതും വേഗം ജോലി തീർക്കണമെന്ന വിചാരത്തോടെ അവൾ തുണികൾ ഓരോന്നായി പുറത്തെടുക്കുവാൻ തുടങ്ങി. വീണ്ടും മീരയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യെന്നായി. കാര വെള്ളത്തിൽ നിന്ന് തുണികൾ പുറത്തെടുക്കുമ്പോൾ തന്നെ അവ തൂമഞ്ഞു പോലെയോ വെള്ളലുവ കഷ്ണം പോലെയോ വെളുവെളുത്തിരുന്നു. കടവാതിൽ ലക്ഷ്യത്തള്ള പറഞ്ഞിരുന്നതും തുണികൾ വെള്ളലുവ പോലെ വെളുക്കണമെന്നായിരുന്നു. മീരമോൾ ഓർത്തു. ആശ്വാസവും ആഹ്ലാദവും നിയന്ത്രിച്ചുകൊണ്ട് മീരമോൾ തുണികൾ പുറത്ത് അയലുണക്കാൻ വിരിച്ചു. ആകെക്കൂടെ ഒരു 10 നിമിഷമേ മീരമോൾക്ക് വേണ്ടി വന്നുള്ളൂ ആ രാക്ഷസിയുടെ വസ്ത്രങ്ങൾ കഴുകി വിരിക്കുവാൻ. ആ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന കറ ഊർന്നിറങ്ങി. അത് കഴുകാൻ ഉപയോഗിച്ച വെള്ളം മഴക്കാലത്തെ നീരൊഴുക്ക് പോലെ ചെമ്പിച്ച് കറുത്തിരുന്നു. തുണികൾ വെയിലത്ത് ഉണക്കാൻ തുടങ്ങിയപ്പോൾ ആശ്വാസത്തോടെ മീരമോൾ പഴയ വിശ്രമ സ്ഥലത്തിലേക്ക് മടങ്ങി. വക്കോൽ വിരിച്ചുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ വന്നിരുന്ന് ഈ അത്ഭുതങ്ങളൊക്കെ കാട്ടിയ ദൈവത്തിന് അവൾ നന്ദി പറഞ്ഞു. വിശപ്പോ ക്ഷീണമോ മീരമോൾക്ക് അശേഷം തോന്നിയില്ല. അവൾക്ക് ഇനിയും എന്തും ജോലി ചെയ്യാൻ പോകുന്ന ഉന്മേഷമാണ് തോന്നിയത്. ആരോ കനിഞ്ഞു തന്ന പലഹാരങ്ങൾ അത്രമാത്രം രുചികരങ്ങളായിരുന്നു, ഉന്മേഷമുണ്ടാക്കുന്നതുമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ പലഹാരങ്ങൾ, ചിന്തകളിൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത രുചി. പിന്നെയും മീരമോളുടെ ചിന്തകൾ പറന്ന് വല്യമ്മച്ചിയുടെ ചുറ്റും വലമയ്ക്കാൻ തുടങ്ങി. തന്നെ കാണാതെ കുടിലിൻ്റെ ചെറു തിണ്ണയിലിരുന്ന് വിതുമ്പിക്കറിയുന്ന വല്യമ്മച്ചിയുടെ മുഖം അവൾ മനസ്സിൽ കണ്ടു. ആ കണ്ണുനീർ തുടയ്ക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നവൾ വേദനയോടെ ഓർത്തു. പല പല സങ്കല്പങ്ങൾ മീരയുടെ മനസ്സിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കവേ അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടയുവാൻ തുടങ്ങി. പുറത്തുനിന്നും പതിയെ വീശിയെത്തിയ നേർത്ത കാറ്റുകൂടിയായപ്പോൾ അവൾ നല്ല ഉറക്കത്തിൻ്റെ ലഹരിയിൽ മുങ്ങിപ്പോകാൻ അധിക നേരമെടുത്തില്ല. തിളങ്ങുന്ന വെള്ളലുക്കുകൾ തുന്നിച്ചേർത്ത ചുവന്ന പട്ടുവസ്ത്രം കൊണ്ട് താൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മീരമോൾ മനസ്സിലാക്കി.
ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന വെളുത്ത പടവുകൾക്ക് താഴെ താൻ നിൽക്കുന്നു. പടവുകൾക്ക് മുകളിൽ രത്നകിരീടമണിഞ്ഞ് മഞ്ഞ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ആരോ നിൽക്കുന്നു. ആ വ്യക്തിയുടെ മുഖം വ്യക്തമല്ല. ഒഴുകി നടക്കുന്ന സുഗന്ധമുള്ള പുകപടലം കൊണ്ട് ആ ആളിൻ്റെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ആ രൂപത്തിൻ്റെ അംഗചലനങ്ങൾ തന്നോട് സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു. വരൂ, കയറി വരൂ. അഗാധതയിൽ നിന്ന് പുറപ്പെടും പോലെയായിരുന്നു പടികൾക്ക് മുമ്പിൽ നിന്നിരുന്ന ആളിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടത്. വീണക്കമ്പിയിൽ നിന്ന് ഉയർന്നൊഴുകുന്ന സംഗീതത്തിൻ്റെ മാധുര്യം ആ ശബ്ദത്തിനുണ്ടെന്ന് അവൾക്ക് തോന്നി. ചിറകുള്ള 2 മാലാഖമാർ എവിടെ നിന്നോ പറന്നു വന്ന് ആ വ്യക്തിയുടെ ഇരുവശത്തും നിൽക്കുന്നു. അവരും മീരയെ കൈകാട്ടി വിളിക്കുന്നത് അവൾ കണ്ടു. മീര വലതുകാലുയർത്തി ആദ്യ പടിയിൽ വച്ചു. ആ പടിയിൽ നിന്ന് നേർത്ത സംഗീതത്തിൻ്റെ അലകൾ ഉയർന്നു. ഒപ്പം മീരമോളുടെ കാലിലെ സ്വർണ്ണ പാദസരത്തിൻ്റെ കിലുകിലുക്കവും. വരൂ മീരെ, വേഗം വരൂ. വീണ്ടും മുകളിൽ നിന്ന് ശബ്ദത്തിൻ്റെ നേർത്ത വേജികൾ ഉയർന്നു. സ്വർണ്ണ പാദസരങ്ങൾ ഉച്ചത്തിൽ കിലുങ്ങും വിധം കാലുകൾ വച്ച് മീരമോൾ പടികൾ ഓടിക്കയറുവാൻ തുടങ്ങി. വേഗം വേഗമാകട്ടെ, ഓടിക്കയറി വരൂ മീരെ. മുകളിൽ നിന്നും വീണ്ടും ശബ്ദമുയർന്നു. മീരയുടെ പാദങ്ങൾ വീണ്ടും വേഗത്തിൽ മുകളിലേക്ക് ചലിച്ചു. പടികൾ ചവിട്ടി താഴ്ത്തി താൻ സ്വർഗത്തിലേക്ക് തന്നെ കയറുകയാണെന്ന് അവൾക്ക് തോന്നി. പടികൾ ഓരോന്നും ഓടിക്കയറുന്നതിനിടയിൽ തന്നെ ക്ഷണിക്കുന്നയാളുടെ മുഖം ഒരു നോക്ക് കാണുവാൻ അവൾ നോട്ടമയച്ചു. അപ്രതീക്ഷിതമായി അവളുടെ കാലൊന്നിടറി. ഒരു പടിയിൽ നിന്ന് താഴത്തെ പടിയിലേക്കാണ് അവളുടെ കാലിടറിയത്. അവൾ താഴേക്ക് വീഴാൻ തുടങ്ങി. അമ്മേ, എന്നെ രക്ഷിക്കണേ! മീരമോൾ ഉറക്കി നിലവിളിച്ചു. ആരോ ആ പുകച്ചുരുളിൽ നിന്ന് 2 കൈകൾ നീട്ടി അവളെ താങ്ങി. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അതാരാണെന്ന് നോക്കുവാൻ അവൾ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൾ കണ്ടത് യക്ഷിയമ്മയുടെ അടുക്കളയ്ക്കകത്തുള്ള വയ്ക്കോൽ വിതറിയ വലിയ മുറിയും അവിടെ ഒരു വയ്ക്കോൽ പരപ്പിൽ കൊടും കൈകുത്തി ചരിഞ്ഞു കിടക്കുന്ന തന്നെയുമായിരുന്നു. ഹോ, അതൊരു സ്വപ്നമായിരുന്നോ? മീര എഴുന്നേറ്റിരുന്നു. ശരീരത്തിൽ അങ്ങിങ്ങ് പറ്റിയിരുന്ന വയ്ക്കോൽ കഷ്ണങ്ങൾ എടുത്തു മാറ്റവേ അവൾ കൂട്ടിച്ചേർത്തു. എങ്കിലും അതൊരു നല്ല സ്വപ്നമായിരുന്നു. ചുവന്ന പട്ടുപാവാടയും കാലിലെ സ്വർണ്ണ പാദസരവും. സ്വപ്നത്തിലെങ്കിലും എനിക്കൊരു പട്ടുപാവാട ഉടുക്കാൻ കഴിഞ്ഞല്ലോ, സ്വർണ്ണ പാദസരം അണിയാനും. അവൾ പുറത്തേക്ക് നോക്കി. അടുക്കള വാതിലിനപ്പുറത്ത് അയൽ തുണികൾ കാറ്റിലാടുന്നു. തുണികൾ ഉണങ്ങിയിരിക്കും. എല്ലാം എടുത്ത് മടക്കി വയ്ക്കാം. ആ തള്ളയുടെ മുഖത്ത് അല്പസന്തോഷമുണ്ടായാലോ? മീര എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. അപ്പോൾ മീര കണ്ട സ്വപ്നം സത്യമാവുമോ? നമുക്ക് നോക്കാം.